ഡിസംബർ 25 യേശുവിന്റെ പിറവി തിരുനാൾ ആഘോഷിച്ച് ലോകം. ആദം പാപം ചെയ്ത് നഷ്ടപ്പെടുത്തിയ സ്വർഗരാജ്യം വീണ്ടെടുക്കുന്നതിനായി ദൈവം സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ച ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന്റെ ഓർമ്മയാണ് ക്രിസ്തുമസ് വിളിച്ചോതുന്നത്. അബ്രഹാത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദാവീദിനോടും രക്ഷകൻ അവരുടെ ഗോത്രത്തിൽ നിന്ന് ജനിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സമയത്തിന്റെ പൂർണ്ണതയിൽ അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യ എടുത്ത അവസരത്തിൽ താന്താങ്ങളുടെ നഗരത്തിൽ പേര് ചേർക്കണമെന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നതിനാൽ യൗസേപ്പ് പിതാവും കന്യകാമറിയവും അപ്പത്തിന്റെ ഭവനമെന്നർത്ഥമുള്ള ബെത്ലഹേമിലെത്തുകയും ആരും അവർക്ക് താമസിക്കാൻ ഇടം കൊടുക്കാത്തതിനാൽ ഒരു ഗുഹയിൽ വെച്ച് മറിയം പ്രസവിച്ച് കുട്ടിയെ ഒരു പുൽത്തൊട്ടിയിൽ കിടത്തിയെന്നാണ് പാരമ്പര്യം. ആ പ്രദേശത്തെ പുൽത്തകടികളിൽ ആട്ടിടയന്മാർ രാത്രി വിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു ദൈവദൂതൻ അവിടെ എത്തി ആട്ടിടയന്മാരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ ലോകത്തിനു മുഴുവൻ ആനന്ദസംദായകമായ ഒരു സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ദാവീദിന്റെ നഗരത്തിൽ നിങ്ങൾക്കൊരു രക്ഷകൻ, കർത്താവായ മിശിഹ ജനിച്ചിരിക്കുന്നു. പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. ഉടനെ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് പാടുകയും ചെയ്തു. മഹാനായ വിശുദ്ധ ഗ്രിഗറി ക്രിസ്തുമസ് ദിവസം എല്ലാ വൈദികർക്കും 3 കുർബാന ചൊല്ലുവാൻ അനുവാദം നൽകിയിരുന്നു. പിതാവിൽ നിന്നുള്ള പുത്രൻ നിത്യമായ ജനനവും സമയത്തിന്റെ പൂർണ്ണതയിൽ കന്യകാംബയിൽ നിന്നുള്ള പിറവിയും യഥാസമയം നമ്മുടെ ആത്മാക്കളിലുള്ള ക്രിസ്തുവിന്റെ ജനനവും അനുസ്മരിക്കുന്നവയാണ് ഈ 3 ബലി. ക്രിസ്തുവിന്റെ കുർബാന എന്നർത്ഥമുള്ള ക്രിസ്തുമസ് പദം പ്രധാനമായി സൂചിപ്പിക്കുന്നത് മനുഷ്യാവതാരത്തിലുള്ള ക്രിസ്തുവിന്റെ ബലിയാണെങ്കിലും 3 ദിവ്യബലി ക്രിസ്തുമസ് പദത്തെ സാർത്ഥകമാക്കുന്നുണ്ട്. AD 1223 ക്രിസ്തുമസ് പുൽക്കൂട് പ്രചാരത്തിൽ വരാൻ തുടങ്ങിയത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരു പുൽക്കൂടുണ്ടാക്കി ജീവനുള്ള ഒരു കാളയെയും ഒരു കഴുതയെയും മുച്ചിയോ നഗരത്തിൽ ഒരു ഗുഹയിൽ പ്രദർശിപ്പിച്ചു. വിശുദ്ധ കുർബാനയുടെ സമയത്ത് വിശുദ്ധ ഫ്രാൻസിസ് ദൈവത്തിന്റെ അനന്ത കരുണയെയും സ്നേഹത്തെയും പറ്റി പ്രസംഗിച്ചപ്പോൾ വിശുദ്ധന്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ണീശോയുടെ രൂപം സ്വൽപ്പനേരത്തേക്ക് ജീവൻ തുടിക്കുന്നതായി വിശ്വാസികൾക്ക് അനുഭവപ്പെട്ടു. ക്രിസ്തുമസ് ട്രീ 13ാം ശതാബ്ദത്തിൽ ജർമ്മനിയിലാണ് ആരംഭിച്ചത്. പർദീസായിലെ വൃക്ഷത്തിന്റെയും ഗാഗുൽത്തായിലെ കുരിശുമരത്തിന്റെയും പ്രതീകമാണ് ക്രിസ്തുമസ് ട്രീ. ഈ ക്രിസ്തുമസ് ആഘോഷം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സ്നേഹവും പ്രത്യാശയും നിറയ്ക്കട്ടെ. ബെത്ലഹേമിലെ തിരുപ്പിറവിയുടെ ഓർമ്മകൾ ലോകത്തോടൊപ്പം ഓരോ ഹൃദയത്തിലും പുതിയ വെളിച്ചം പകരട്ടെ. ഒരുമയും കരുണയും പങ്കുവയ്ക്കുന്ന ജീവിതത്തിലേക്ക് നമ്മെ നയിക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ.